ഇങ്ങനെയുള്ള ആരോപണങ്ങൾ എങ്ങനെ നേരിടുകയാണ്? ഇപ്പോൾ പരാതി കൊടുത്താൽ നിയമപരമായി അങ്ങനെ? തീർച്ചയായിട്ടും 100% ഇതിനെതിരെ ശക്തമായി ഞാൻ നിയമപരമായി തന്നെ ഞാൻ ഇത് നേരിടും. മറ്റൊരു കാര്യം, ഈ ചാർമിള ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയായിരുന്നല്ലോ. ഇപ്പോൾ ഈ മലയാള നടിയല്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഡബ് ചെയ്ത അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാനോ? ചാർമിളയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഡബ്ബിംഗ് സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഉള്ളവരാണ്. അപ്പോൾ ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ നടിമാരങ്ങനെ വരാറേ ഇല്ല. അവർക്ക് ആരാണ്, ഇപ്പോൾ കാബൂളിവാല എന്ന് പറയുന്ന സിനിമയിൽ ഞാനാണ് അവർക്ക് ഡബ് ചെയ്തത്. അവർക്ക് അറിയേയില്ല ഞാനാണ് അവർക്ക് ഡബ് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇതാണ്, നോക്കൂ, ഇതൊക്കെ എന്നോ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല, അതിനൊരു പ്രതിവിധി വേണ്ടേ? നമുക്ക് സത്യം പുറത്തു വരണം. ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ എല്ലാവരും അവരൊക്കെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. പക്ഷേ വൈകരുത്. നിയമപരമായി നിയമം നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ ഉടനടി പ്രവർത്തിക്കുമ്പോഴാണ് നിയമത്തിന് കുറച്ചുകൂടെ വേഗതയിൽ. ഇത് ഉറപ്പായിട്ടും വിക്ടിം വന്നൊരു പരാതി പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നടന്നോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് അക്യൂസ്ഡിൻ്റെ ബാധ്യതയാണ്. അക്യൂസ്ഡാണ്, അത് ശരിയാണ്. പക്ഷേ കാലതാമസം നേരിടും. എത്ര വർഷങ്ങൾ ഇത് പോകും. അതേസമയം നമ്മുടെ കയ്യിൽ ശക്തമായ തെളിവുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് തെളിവുണ്ടാക്കാനാണോ പാട്? ടെക്നോളജി ഇത്രയും വളർന്നു, 2024 എന്നിട്ടും സ്ത്രീകൾക്ക് ധൈര്യം വന്നിട്ടില്ല, ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി വരുന്നൊരു തലമുറയ്ക്ക് നമ്മൾ കുറച്ചുകൂടി മനസ്സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ ഒരു ഇടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മളിൽ ചിലർ രക്തസാക്ഷി ആവുക എന്നതാണ്. അത് നമ്മളായേ പറ്റൂ. എന്നാലേ ഇവിടെ ഒരു ചരിത്രം ഉണ്ടാവുകയുള്ളൂ. എത്ര പേരുടെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് ഇവിടെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലേ? സ്വാതന്ത്ര്യമാകട്ടെ, മറ്റെന്ത് രീതിയിലുള്ള ചരിത്രങ്ങളും ഉണ്ടായത് പലരും പല രീതിയിലും ആക്രമിക്കപ്പെട്ടിട്ടും മരണപ്പെട്ടിട്ടും ഒക്കെ തന്നെയാണ്. അത് സ്ത്രീകൾ മനസ്സിലാക്കണം. ഓരോ ദിവസവും വെളിപ്പെടുത്തലായിട്ട് വരുന്നത് ഓരോരുത്തരുടെ പേരുകൾ, ഒരിക്കലും ചിന്തിക്കാത്ത പേരുകൾ പോലെയാണ്. ഇപ്പോൾ ഹരിഹരനെതിരെയാണ് വീണ്ടും ഒരാരോപണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹരിഹരൻ്റെ സിനിമകളിലൊക്കെ ഡബ് ചെയ്ത ഒരാളാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അതായത് നേരത്തെ ഈ ഹരിഹരൻ എന്നുള്ള ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ ഈ ആരോപണം വന്നിരിക്കുന്നവരാരെക്കുറിച്ചും ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഞാൻ കേട്ടിട്ടില്ല. കാരണം പണ്ട് കാലത്ത് ഡബ് ചെയ്യുന്ന സമയത്ത് പ്രേം നസീറിൻ്റെ കാലം വരെ ഒന്നിച്ച് ഡബ് ചെയ്തിരുന്ന ഒരു കാലമാണ്. പക്ഷേ പിന്നീട് ടെക്നോളജി വളർന്നതിന് ശേഷം എല്ലാവരും ഒറ്റയ്ക്കാണ് വന്ന് ഡബ് ചെയ്യുന്നത്. ഇവരാരും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇവരോട് സംസാരിക്കാനോ അത്തരത്തിൽ നമ്മളോട് ഇടപഴകാനോ ഉള്ളൊരു സാഹചര്യം സ്റ്റുഡിയോയ്ക്ക് ഉള്ളിൽ ഉണ്ടായിട്ടില്ല. ഹരൻ സാർ ഇപ്പം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നിങ്ങൾ ഇങ്ങനെ ഒരു വിഷ്വൽ വയ്ക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് ഡബ് ചെയ്യുകയാണെങ്കിൽ ഹരൻ സാർ ഇരിക്കുന്നത് ആ ഡോറിൻ്റെ അവിടെ ആയിരിക്കും. അത്രയും ദൂരെ നിന്നുകൊണ്ടാണ് നമുക്ക് നിർദ്ദേശം തരുന്നത്. ഞങ്ങളുടെ അടുത്ത് കഥ പറയാൻ പോലും അവരടുത്തേക്ക് വരില്ല. കഥ പറയാറില്ല. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് കഥയേ പറയാറില്ല. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ കഥ പോലും അറിയാതെയാണ് ഇവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ കഴിഞ്ഞില്ലേ, അപ്പം എന്നാൽ പറഞ്ഞു വിട്ടോളൂ, ഇതാണ് ആകെ കാണുന്നത്. പിന്നെ നമ്മൾ ഇവരെ പരിചയപ്പെടുന്നതോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അടുത്ത് സംസാരിക്കുന്നതോ പടങ്ങളുടെ 100ാം ദിവസം ആഘോഷ സമയത്താണ് അവിടെ വെച്ച് കാണുന്നത്. അവിടെ വെച്ച് എന്തായാലും ആരും ഇന്ന് വരെ അങ്ങനെയൊന്നും സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് അങ്ങനെ, ഞാൻ മുമ്പും ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഒരേ ഒരു പ്രാവശ്യം ഒരേ ഒരു സംവിധായകൻ അന്ന് എന്നോട് സംസാരിച്ചു. അത് കൊടുക്കേണ്ട രീതിയിൽ നല്ല വ്യക്തമായിട്ടുള്ളൊരു മറുപടിയും കൊടുത്തതിന് ശേഷം ഒരാൾ പോലും എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. സംസാരിക്കാൻ ആർക്കും ധൈര്യവുമില്ല. ഈ മറുപടി പറഞ്ഞപ്പോഴാണ് ഇന്നലെ മോഹൻലാലിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ കൃത്യമായി അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാം. അപ്പോൾ ആ മറുപടി എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഞാൻ ഇന്നലെ ഇത് കേൾക്കുമ്പോൾ ഞാൻ ട്രെയിനിൽ യാത്രയായിരുന്നു. ഞാൻ കുറേ നേരം യൂട്യൂബിൽ അത് എന്താ പറഞ്ഞതെന്ന് കേൾക്കാൻ വേണ്ടി ശ്രമം നടത്തി. എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഇങ്ങനെ എവിടെയൊക്കെയോ ഇങ്ങനെ സ്ലൈഡായിട്ട് ഇങ്ങനെ, അപ്പോൾ അതിൻ്റെ വ്യക്തത എനിക്ക് കിട്ടിയില്ല. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഓരോ മാധ്യമങ്ങൾ വന്ന് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് ഇനി വേണം അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാൻ. പക്ഷെ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം, അദ്ദേഹം ഇന്നലെ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല,
ഇത്രയും കാലങ്ങളായി ഇനി അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് സ്ത്രീ വരണം എന്നാണ്. സ്ത്രീകൾ വരണം തീർച്ചയായിട്ടും. പക്ഷേ നമ്മളെപ്പോഴും ഒരു ജനാധിപത്യം, നമ്മൾ പുരുഷന്മാരെ മാറ്റി നിർത്തണം എന്നല്ല പറയുന്നത്. അവിടെ നേതൃസ്ഥാനത്ത് സ്ത്രീ വരുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ കുറച്ചുകൂടെ ചെന്ന് പറയാനുള്ളൊരു ധൈര്യം എപ്പോഴും. ഇന്നും പലർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ ഒരു മടിയുണ്ടാവും. മാക്സിമം ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് മാത്രമായിരിക്കും ചോദിക്കാനുള്ളൊരു ധൈര്യമുണ്ട്. അതല്ലാതെ ഒരു സാർ എനിക്ക് കുറച്ച് പരാതി പറയാനുണ്ട് എന്ന് പറയാനുള്ളൊരു ധൈര്യം ഇന്നും പലർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ഒരു സ്ത്രീ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി അതിനുള്ളൊരു അവസരം ഉണ്ടാകും, ധൈര്യവും ഉണ്ടാകും, ഒന്നുകൂടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റും. ഇന്നിപ്പോൾ ഒരാൾക്ക് അങ്ങനെ ആണിനങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നീ വിഷമിക്കാതെ, നമ്മൾ നിന്നോടൊപ്പമുണ്ട് എന്നൊരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ ചേർത്ത് പിടിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നേതൃസ്ഥാനത്ത് സ്ത്രീകൾ അമ്മയിൽ ഉണ്ടാകണം. അമ്മയിൽ മാത്രമല്ല ഫെഫ്കയിലും ഉണ്ടാകണം. അതിൽ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാൻ. ഈ അന്വേഷണം ഇപ്പം നടക്കുകയാണല്ലോ. ഇപ്പോൾ ഓരോരുത്തരുടെയും SIT ആയിട്ട് തന്നെ അന്വേഷണങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണത്തിൽ എങ്ങനെയാണ് ഈ അന്വേഷണത്തിന് മുന്നോട്ട് പോക്കിൽ? ഇപ്പോൾ അന്വേഷണം നടക്കണം, തീർച്ചയായിട്ടും അന്വേഷണം നടക്കണം. ഈ പരാതികളിൽ വ്യക്തമായ ശക്തമായ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ, എല്ലാവർക്കെതിരെയും നടപടിയെടുക്കണം. മുഖം നോക്കാതെ നടപടിയെടുക്കണം. അതിന് എന്തായാലും അതിനോടൊപ്പം ഞാൻ ഉണ്ടാകും. ആരുണ്ടാവില്ല എന്ന് എനിക്കറിയില്ല, ഞാനുണ്ടാകും.